കൊല്ലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയിൽ ക്രിമിനലുകളെ തിരികെ കയറ്റിയെന്ന കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് KPCC നിർദ്ദേശപ്രകാരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു. കപ്പഗുണ്ട, ലഹരിക്കടത്ത്, പീഡന കേസുകളിലെ പ്രതികളെ തിരികെ കയറ്റിയെന്ന കൈരളി വാർത്തയെ തുടർന്നാണ് കൊല്ലം DCC പ്രസിഡന്റിന്റെ നടപടി. പിന്നെ ഇതിൽ നിന്ന് ഒറ്റുന്ന പേരെടുത്ത് ഇനി അടുത്ത സമയങ്ങളിൽ ഞാൻ എല്ലാവരും പേരെടുത്ത് പറയും. കായികപരമായിട്ട് ഞാൻ നേരിടും, അടിക്കും, ഇവൻ്റെ എല്ലാം വീട്ടിൽ കയറി ഒറ്റയ്ക്ക് അടിക്കും. അപ്പോൾ ചുരുക്കം ചില ആൾക്കാരുണ്ട് ഇതിലെ പേരെടുത്ത വരും സമയങ്ങളിൽ പറയുന്നതായിരിക്കും. അവർക്കെല്ലാം ഇരുട്ടടി ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. ഈ ശബ്ദ സന്ദേശം കേട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് കേട്ടിരിക്കാൻ ആകില്ല. ക്രിമിനലിസം, ഗുണ്ടായിസം കോൺഗ്രസിനെ കൈയടക്കിയതിന്റെ സൂചനയായി ഈ ഭീഷണിയെ കോൺഗ്രസിലെ ഗാന്ധിമാർഗികൾ കണ്ടു. വടക്കേവിള കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ക്രിമിനലിസം. വ്യാപാര സ്ഥാപനങ്ങളിൽ പിരിവിനു പോകുന്ന നേതാക്കൾ ഇവരെ കൂട്ടുന്നതിന് പിന്നിൽ ഭയപ്പെടുത്തി ഉദ്ദേശിച്ച പണം നേടുക എന്ന തന്ത്രവുമുണ്ടെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം സമ്മതിക്കുന്നു. കോൺഗ്രസിൽ പുനർസംഘടനയിലെ തമ്മിലടി പുത്തനല്ലെങ്കിലും പണം വാങ്ങി ക്രിമിനലുകളെ നിയോഗിക്കുന്നു എന്ന പരാതിയും ആക്ഷേപവും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കളും പ്രവർത്തകരും പറയുന്നത് ഇതാദ്യം. പരാതി ഉയർന്ന സാഹചര്യത്തിൽ താൻ നിയോഗിച്ച 4 പേരെ താൻ തന്നെ പുറത്താക്കിയെന്ന് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന രാജീവ് പാലത്ര ഗ്രൂപ്പ് അംഗങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പ്രിയമുള്ള വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസമായി ഒരേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 11-ാം തീയതി വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 4 ആളുകളെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ആളുകളെ എടുത്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പരാതി അയക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം എന്നെ വിളിക്കുകയും ബ്ലോക്ക് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആരെങ്കിലും ഇതിനകത്ത് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഞാൻ പറഞ്ഞു 4 പേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്, അത് പരാതിയുണ്ട്, ആ 4 പേരെയും ഇതിൽ നിന്നും പുറത്താക്കണം, ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ 4 പേരെയും ഒഴിവാക്കി. പക്ഷേ വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് പാലത്രയ്ക്കെതിരെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ വടക്കേവിള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാകെ മരവിപ്പിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആരോപണ വിധേയനായ രാജീവ് പാലത്രയ്ക്ക് തന്നെ രേഖാമൂലം അറിയിപ്പ് നൽകി. അതേസമയം ബ്ലോക്ക് കോൺഗ്രസ് പുനഃസംഘടനയിൽ തള്ളുകൂടിയതോടെ മണ്ഡലം കമ്മിറ്റിയിൽ അതിഥി തൊഴിലാളികളെ കൊണ്ടിരുത്തേണ്ട ഗതികേടിലായെന്ന് ഒരു മണ്ഡലം കമ്മിറ്റി നേതാവ് പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തായി. അപ്പം മണ്ഡലത്തിൽ ഇരിക്കാൻ ആളില്ല, ആഹ്പാട് കുഴഞ്ഞ് സലീം ഇപ്പം ഒമേനല്ലൂരിൽ പോയി 15 ബംഗാളികളെ മണ്ഡലം കമ്മിറ്റി കൂടുമ്പം വിളിച്ചോണ്ട് വന്ന് ഇരുത്താമെന്ന് പറഞ്ഞു കാക്ക സലീം. കാരണം മണ്ഡലത്തിൽ ഇരിക്കാൻ ആളില്ല, എല്ലാവരും ബ്ലോക്കിലായിപ്പോയി. പട്ടി പെറ്റ 10ഉം 16ഉം കാണില്ല, അതുപോലുള്ള ആളുകളാണ് ഇപ്പം ബ്ലോക്ക് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, അണ്ടൻ, ചെമ്മാൻ, ചെരുപ്പൂത്തി, അടകോടൻ എല്ലാം ഉണ്ട് ബ്ലോക്ക് സെക്രട്ടറിമാർ. പാർട്ടിയുടെ മഹിമയും പോയി, നാണവും പോയി, മാനവും പോയി, ഹവയായും പോയി, ഇപ്പം നാറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം ക്രിമിനലുകളുടെ ചിത്രം ഉൾപ്പെട്ട ഫ്ലെക്സ് ബോർഡ് കൊല്ലം നഗരമാകെ സ്ഥാപിച്ച് പൊതുസമൂഹത്തെയും പോലീസിനെയും വെല്ലുവിളിക്കുകയായിരുന്നുവെന്ന് ഉദ്ദേശമെന്ന് പോലീസ് രഹസ്യാന്വേഷണത്തിന്റെ വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ ക്രിമിനലുകൾക്കെതിരെ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ ഇവരുടെ ജാമ്യം റദ്ദു ചെയ്യാൻ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.